കൊച്ചിയിൽ നിന്ന് അർജുൻ മട്ടന്നൂരാണ് ചേരുന്നത്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വെങ്കി ആൻഡ് റോഷ്നി. യെസ് അർജുൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വെങ്കി, നന്നായി പോകുന്നു. നല്ല കാലാവസ്ഥ, നല്ലൊരു ഞായറാഴ്ചയാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാരും ഒരു ഞായറാഴ്ചയുടെ മൂഡിൽ തന്നെയാണ്. പക്ഷെ നമുക്ക് എന്തായാലും നമ്മുടെ പണികളിലേക്ക് കടക്കണമല്ലോ അല്ലേ അർജുൻ? അപ്പൊ നമുക്ക് വാർത്തകളിലേക്ക് വന്നാൽ, ഈ കൊച്ചിയിൽ തൊഴിൽ പീഡനം എന്ന പേരിൽ വന്ന ദൃശ്യങ്ങൾ വ്യാജമാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. ജില്ലാ ലേബർ ഓഫീസർ തൊഴിൽ മന്ത്രിക്ക് അങ്ങനെ റിപ്പോർട്ട് നൽകും അല്ലേ? ഇപ്പോൾ എന്തായിരുന്നു ഈ പെരുമ്പാവൂരിലെ കെൽട്രോ എന്ന മാർക്കറ്റിംഗ് സ്ഥാപനത്തിൽ അപ്പൊ നടന്നത്? റോഷ്നി, ഒരു പകൽ മുഴുവൻ മലയാളികളെ ഞെട്ടിച്ച ദൃശ്യങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത്. എന്തായാലും പക്ഷേ അത് ഇന്നലെ രാത്രിയോടുകൂടി പോലീസും തൊഴിൽ വകുപ്പും ആ ദൃശ്യങ്ങളിൽ കാണുന്ന യുവാക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ യുവാക്കൾ ഇപ്പോഴും ഈ പെരുമ്പാവൂരിലെ കെൽട്രോ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. അവർ ഇത്തരത്തിലൊരു തൊഴിൽ പീഡനം ഉണ്ടായി എന്ന വാർത്തകൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, അവരുടെ ഉടമയായ ഹുബൈൽ ഇത്തരത്തിൽ ദീർഘനാൾ അവിടെ നിന്ന് മാറി നിന്നപ്പോൾ അതിന് പകരം അവിടെ ചുമതലയേറ്റ മനാഫ് എന്ന് പറയുന്ന കോഴിക്കോട് സ്വദേശിയാണ് ഈ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചത്, ഇത്തരം ദൃശ്യങ്ങൾ പകർത്തിയത് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും അതിനുശേഷം ഇയാൾക്കെതിരെ മറ്റ് പല പ്രശ്നങ്ങളും ഉയരുകയും അതിനുശേഷം ഇയാൾ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അതിൻ്റെ പ്രതികാരമായിട്ടാണ് ഈ മനാഫ് എന്ന് പറയുന്നയാൾ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിടുകയും ആ സ്ഥാപനത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള വാദമാണ് ഇവർ ഉയർത്തുന്നത്. മാത്രമല്ല, ഇന്നലെ നമ്മൾ ആ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരോടും സംസാരിച്ചിരുന്നു. അവരും അത്തരത്തിൽ സുരക്ഷിതമായൊരു തൊഴിൽ അന്തരീക്ഷമാണ് അവിടെ എന്നാണ് പറയുന്നത്. ഇത് മറ്റേതെങ്കിലും സമ്മർദ്ദത്തിൻ്റെ പുറത്താണോ ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ ആ ദൃശ്യങ്ങളിലുള്ള യുവാക്കൾ ഇത്തരമൊരു മൊഴി നൽകിയതോടുകൂടി തന്നെ പോലീസ് സ്വാഭാവികമായും ഇനി കേസെടുക്കില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. മാത്രവുമല്ല, തൊഴിൽ വകുപ്പും തൊഴിൽ മന്ത്രിക്ക് ഇത്തരമൊരു റിപ്പോർട്ട് നൽകാനാണ് സാധ്യത. അതേസമയം ഇന്നലെ നമ്മളോടക്കം പ്രതികരിച്ച നിരവധി പേരുണ്ട്. അവരിൽ പലർക്കും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുമുണ്ട്. ഈ ചിലർ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ പക്ഷേ ഇതുവരെ കേസെടുത്തിട്ടുമില്ല. അത്തരം ചില സംഭവങ്ങൾ കൂടിയുണ്ട്. എന്തായാലും എന്തായാലും ആ ദൃശ്യങ്ങൾ വ്യാജമാണ് എന്ന് ആ ദൃശ്യത്തിലുള്ള ആളുകൾ പറയുന്നതോടുകൂടി സ്വാഭാവികമായും പോലീസിനും തൊഴിൽ വകുപ്പിനും മറ്റ് നടപടിയിലേക്ക് കടക്കാൻ കഴിയില്ല. ഇനി മറ്റേതെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായും പരാതി വരുമ്പോൾ അത് അന്വേഷിച്ച് പരിശോധിച്ച് അതിനുശേഷം നടപടി എടുക്കുമെന്നാണ് പോലീസും ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിന് പിന്നിലുള്ള ഉദ്ദേശം അതെന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? കാരണം ഇങ്ങനെയൊക്കെ ചെയ്യിക്കാന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ചോദിക്കുന്ന. സ്വാഭാവികമായും ഇത്തരമൊരു സംഭവം അതായത് എങ്ങനെ ഉണ്ടായെന്ന് നമ്മൾ യുവാക്കളോട് ചോദിച്ചിരുന്നു. ഏതാണ്ട് ഇക്കഴിഞ്ഞ നവംബർ മാസമാണ് പെരുമ്പാവൂരിനടുത്തുള്ള ഇവരുടെ സ്ഥാപനത്തിൽ വെച്ച ഇത്തരമൊരു ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത്. അവിടെ കുറച്ച് മാസങ്ങൾ മാത്രം അനുഭവ പരിചയമുള്ള യുവാക്കളാണ് ആ ചിത്രത്തിൽ കാണുന്നത്. അതിൽ ഈ പട്ടിയെപ്പോലെ മുട്ടിലഴിഞ്ഞ് നടക്കുന്ന ആളും അതോടൊപ്പം തന്നെ ഈ കഴുത്തിൽ ബെൽറ്റിട്ട് പിടിച്ചു നടക്കുന്ന ആളും, ഈ രണ്ട് യുവാക്കളുമാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തി ഈ സത്യാവസ്ഥ പറഞ്ഞത്. എന്തായാലും അവർ പറയുന്നത് ഈ യഥാർത്ഥ ഉടമ ഇത്തരത്തിൽ അവിടെ നിന്ന് ദീർഘനാൾ മാറി നിന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മനാഫ് എന്ന് പറയുന്ന മറ്റൊരു മാനേജർ ഈ സ്ഥാപനത്തിൻ്റെ ചുമതലയിലേക്ക് വന്നു. ഈ മാനേജർ ഇത്തരത്തിൽ ഇത് റാഗിങ്ങിൻ്റെ ഭാഗമാണ്, കോമ്പറ്റീഷൻ്റെ ഭാഗമാണ്, ഇത്തരം ചെയ്യണം എന്നവരെ നിർബന്ധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ എതിർപ്പുകളില്ലാതെ തന്നെ ഇവർ ഈ കാര്യം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഈ ദൃശ്യങ്ങൾ ഇതേ മനാഫ് തന്നെ പകർത്തി. മാസങ്ങൾക്ക് ശേഷം ഇയാൾ അവിടെ നിന്ന് പുറത്താവുകയും അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം ഈ മനാഫ് തന്നെ ഒരു യൂട്യൂബ് ചാനലിലൂടെയും പിന്നീട് മാധ്യമങ്ങളിലൂടെയും ഈ ദൃശ്യങ്ങൾ പുറത്തുവിടുകയാണ് ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ ഉടമയുടെ പ്രതികരണം അടക്കം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ പകലിൽ ആ ഉടമയുടെ പ്രതികരണം അടക്കം നമുക്ക് കാണിക്കാൻ കഴിയും. അതാണ്, നമുക്ക് ആ പ്രതികരണങ്ങളിലേക്കും ആ വാർത്തയുടെ വിവരങ്ങളിലേക്കും ഒക്കെ അടുത്ത മണിക്കൂറുകളിൽ തന്നെ എത്താം.